ഹായ് നമസ്കാരം, ഞാൻ അഭിലാഷ് നാരായണൻ. ക്രിയേറ്റീവ് ആനിമേഷൻ കിഡ്സ് എൻ്റർടൈൻമെൻറ്റ് ഓൺലൈൻ കോഴ്സിലേക്ക് അവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും കാണുകയാണ്. അപ്പോൾ എല്ലാവരും ക്രിസ്മസ് എല്ലാം അടിച്ചു പൊളിച്ച് ആഘോഷിച്ചെന്ന് വിശ്വസിക്കുന്നു. ഇനി പുതുവത്സരം വരാൻ പോകുന്നു. എല്ലാവർക്കും പുതുവത്സരാശംസകൾ. നമുക്ക് അങ്ങനെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആൾക്കാർ ചെയ്ത വർക്കുകളെല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ആരും. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒത്തിരി പേരുണ്ട്. വീണ്ടും വീണ്ടും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഒരു റോപ്പ് ഉണ്ടാക്കിയെടുക്കാനാണ് പോകുന്നത്. അപ്പം റോപ്പ് നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഉണ്ടാക്കിയതിന് ശേഷം അതിനെ റിഗ് ചെയ്തിട്ട് നമുക്ക് അതിനെ പല രീതിയിൽ നമുക്ക് കെട്ടിയിടാനും എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആനിമേഷൻ ഫിലിം മൂവീസ് എല്ലാം ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഡൈനാമിക്സ് കാര്യങ്ങളിലും വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഡൈനാമിക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം ക്ലാസ്സിലേക്ക്. അപ്പോൾ നമ്മൾ ഒരു റോപ്പ് ഉണ്ടാക്കിയെടുക്കാൻ മെയിൻ ആയിട്ട് വേണ്ട സാധനം എന്താണെന്ന് പറയാം. നമ്മൾ മുമ്പ് പഠിച്ചിട്ടില്ലേ കേവ്സ് സർഫസസ്. അതിൽ ഇ കേവ് ടൂൾ എടുക്കുക. കേവ് നമ്മൾ ക്യൂബിക്കിൽ വെക്കുക. എങ്ങനെ എടുക്കും? ഇവിടെ പോവാ, ഡബിൾ ക്ലിക്ക് ചെയ്യുക, കേവ് സർഫസസ്. കുറേ മോഡൽ നമ്മൾ ചെയ്തതാണ് കേവ് സർഫസസിൽ. എന്നിട്ട് അവിടെ 3 ക്യൂബിക് എടുക്കുക. നിങ്ങൾ 3 ക്യൂബിക് എടുത്താൽ മതി. ലിനിയറോ ബേസിയറോ നിങ്ങൾ എടുക്കുക. ലിനിയർ എടുക്കരുത്. ലിനിയർ എടുത്താൽ ലിനിയർ പോലെ ഉണ്ടാവും. മനസ്സിലായില്ലേ? അതുകൊണ്ട് ക്യൂബിക് എടുത്ത് വർക്ക് ചെയ്യുക. ഓക്കെ, ഞാനിവിടെ ഈ ഗ്രിഡിന്റെ സെൻട്രൽ എങ്ങനെ ഗ്രിഡിൽ സ്നാപ്പ് ചെയ്യാൻ പറ്റും? എക്സ് പ്രസ് ചെയ്യുക. കീബോർഡിൽ എക്സ് പ്രസ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇവിടെ നോക്കി ഇവിടെ പ്രസ് ചെയ്തിട്ടും നമുക്ക് സ്നാപ്പ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എക്സ് പ്രസ് ചെയ്തിട്ട് സെൻട്രലിലേക്ക് സ്നാപ്പ് ചെയ്യുക. എന്നിട്ട് ഞാനിത് ഫ്രണ്ട് വ്യൂവിൽ പോയിട്ട് അതിനെ ഇങ്ങനെ ഒരു കയറ് റോപ്പ് ഉള്ള പോലെ വരച്ചെടുക്കാൻ പോവാം. ഉണ്ടോ? ഇങ്ങനെ വരച്ചെടുക്കാൻ പോവാം. നിങ്ങൾക്ക് പല രീതിയിൽ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തു എന്നല്ലോ. നിങ്ങളെ രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. നോക്കിയേ, ഞാനിപ്പോൾ ചെയ്യുന്നത് നോക്കിയേ. ഞാനിപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യും. ഒന്നുകൂടി നോക്കും. ഓക്കെ, അപ്പോൾ ഞാൻ എക്സ് പ്രസ് ചെയ്തു. ഞാൻ ഗ്രിഡിൻ്റെ സെൻറ്ററിൽ സ്നാപ്പ് ചെയ്തു. എന്നിട്ട് നോക്കിയേ, എനിക്ക് ഇപ്പോൾ ഇവിടെ ഫ്രണ്ട് വ്യൂവിൽ പോയിട്ട് ടോപ്പ് വ്യൂവിൽ പോയിട്ട് ഇങ്ങനെ ഓക്കെ. ഞാൻ കുറച്ച് കൂടുതൽ മടക്കി ഇടുന്നുണ്ട്. നിങ്ങൾ ഇതൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളിങ്ങനെ എല്ലാവരും ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെ എല്ലാം തിരക്കായിരിക്കും. അതുകൊണ്ട് യൂട്യൂബ് ചാനൽ വീഡിയോസ് എല്ലാം നോക്കാൻ മടിയായിരിക്കും. പക്ഷെ എന്നാലും ടച്ച് വിട്ടു പോകരുത്. ഓക്കെ, ഞാൻ ഇത്ര വരാക്കിയിട്ടുണ്ട്. ഞാൻ ഇതിനെ കുറച്ച് അടുത്തടുത്ത് വെക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ, കൺട്രോൾ വെർട്ടെക്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. കൺട്രോൾ വെർട്ടെക്സ് വെച്ചിട്ട് ഇതിനൊക്കെ അടുത്തടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലെല്ലാം നോഡ് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അതൊക്കെ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്ന്. നിങ്ങൾ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ നിങ്ങളെ സഹായിക്കും കേട്ടോ. അപ്പം ഇതൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, എല്ലാ വെർട്ടെക്സും ഇങ്ങനെ കൺട്രോൾ വെർട്ടെക്സ് എടുത്തിട്ട് ഇങ്ങനെ സെറ്റാക്കി കൊണ്ടുപോകും. ഓക്കെ, ഞാനിപ്പോൾ എല്ലാം സെറ്റാക്കി കൊണ്ടുവരണം. അത് നമ്മൾ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ UV മാപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യും. മോഡലിങ്ങിൻ്റെ നമ്മൾ പല രീതിയിൽ മോഡലിംഗ് ഉണ്ട്. നമ്മൾ പ്രോപ്സ് ഉണ്ട്, അസറ്റ്സ് ഉണ്ട്, പിന്നെ നമ്മൾ എൻവയോൺമെൻറ്റ് മോഡലിംഗ് ഉണ്ട്, അതുപോലെ ക്യാരക്ടർ മോഡലിംഗ് ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ UV സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. UV സ്റ്റാർട്ട് ചെയ്യാത്തതെന്ന് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ UV അതിൻ്റെ ഇടയിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്തുകൂടെ? എല്ലാം അതിൻ്റെ ഓർഡറിനനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ അതായത് നമ്മൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് എപ്പോഴും മനസ്സിലാക്കണം. കൺട്രോൾ വെർട്ടെക്സ് നമ്മൾ നോക്കണം എവിടെയാണ് കൺട്രോൾ വെർട്ടെക്സ് സ്റ്റാർട്ടിങ് പോയിന്റ്. നമ്മൾ ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? അപ്പം നമ്മളൊന്ന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കൺട്രോൾ വെർട്ടെക്സ്. അതായത് ഈ സ്റ്റാർട്ടിങ് പോയിന്റിൽ എപ്പോഴും കണ്ടോ ഈ ഒരു ഇതുണ്ടോ? എങ്ങനെ? ഈ ഒരു സ്ക്വയർ കണ്ടോ? സ്ക്വയർ പോലെ. അപ്പോൾ ആ സ്ക്വയർ നമുക്ക് അവിടെ കാണാൻ പറ്റും. സ്റ്റാർട്ടിങ് പോയിന്റ് കണ്ടോ?
അത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, അത് സ്ക്വയർ നമുക്ക് അവിടെ കാണാൻ പറ്റും, സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഓക്കെ, അപ്പൊ സ്റ്റാർട്ടിംഗ് പോയിന്റ് അവിടെ വെക്കട്ടെ. ഞാൻ ഇതിൽ എങ്ങനെയാണ് റോപ്പ് ചെയ്യേണ്ടത് നോക്കണ്ടേ. അപ്പൊ നമ്മൾ ഇതിലാണ് നമ്മൾ കയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എല്ലാം അറിയാം, നമുക്ക് പോളിഗൺ മോഡലിംഗ് അറിയാം. അപ്പൊ പോളിഗൺ മോഡലിംഗിൽ പോവാ, പോളി മോഡലിംഗിൽ പോവാ. ഒരു സിലിണ്ടർ എടുക്കാം. ഒരു സിലിണ്ടർ എടുത്തിട്ട് അതിനെ ഞാൻ ചെറുതാക്കി പ്രസ് ചെയ്യുക. ഇവിടെ റേഡിയസ് എനിക്ക് ഇത്ര മതി കേട്ടോ, അധികം വേണ്ട, റേഡിയസ് അധികം വേണ്ട. അതുപോലെ സബ്ഡിവിഷൻ ആക്സിസ് എനിക്ക് 12 മതി, അധികം വേണ്ട. അതുപോലെ സബ്ഡിവിഷൻ ഹൈറ്റ് എനിക്ക് വേണ്ട, ക്യാപ്പ് മതി. ക്യാപ്പ് എനിക്കൊരു 3 എണ്ണം കൊടുക്കാം. ക്യാപ്പ് സബ്ഡിവിഷൻ ആക്സിസ് 12 മതി കേട്ടോ, അതിൽ കൂടുതൽ കൊടുക്കണ്ട, 12 ധാരാളമാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഫ്രണ്ട് വ്യൂവിൽ പോയിട്ട് ഇതിന്റെ ഇത്രയും ഭാഗങ്ങൾ നമുക്ക് വേണ്ട, റോപ്പ് ഉണ്ടാക്കിയെടുക്കാനല്ലേ പോകുന്നു. അപ്പൊ ഈ ഭാഗങ്ങൾ വേണ്ട. ഫേസ് നമ്മളറിയാലോ, ഫേസ് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുക. ഈ ഒരു ഭാഗം മാത്രം നമുക്ക് മതി, ഈ ഭാഗം മാത്രം നമുക്ക് മതി. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം അറിയാം, ഈ ഇവിടെ നമ്മൾ ഈ കയറ് ചെയ്യുന്നതിന്റെ ഇവിടെ നമ്മൾ പഠിച്ചല്ലോ, ട്രയാങ്കിൾസ് ഉണ്ടാവരുതെന്ന് പറഞ്ഞല്ലോ മോഡലിങ്ങിന്. അപ്പം ട്രയാങ്കിൾസ് എല്ലാം ഡിലീറ്റ് ചെയ്യും. ട്രയാങ്കിൾസ് ഉണ്ടാവരുത് കേട്ടോ നമ്മൾ ചെയ്യുന്ന സമയത്ത്. നിങ്ങൾക്ക് ടെക്സ്ചറിൽ ചെയ്യുന്ന സമയത്ത് പിന്നെയും വീണ്ടും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ട്രയാങ്കിൾസ് എല്ലാം ഡിലീറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ കോഡ്സിലുണ്ട്, കോഡ്സിലെ വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിന്റെ പിവറ്റ് പോയിന്റ് ഉണ്ടോ, ഇതിവിടെ ഇത്രയും ഭാഗങ്ങൾ ഉണ്ടായിരുന്നില്ല ഇതിന് ഫേസ്. അപ്പോൾ ഡിലീറ്റ് ചെയ്തപ്പോൾ ഇത് ഇവിടെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മോഡിഫൈയിൽ പോയിട്ട് സെൻറ്റർ പിവറ്റ് കൊടുക്കുക. അപ്പോൾ സെൻറ്ററിലേക്ക് വന്നു അല്ലേ. ഓക്കെ, സെൻറ്ററിലേക്ക് വന്നു. ഇനിയിപ്പോൾ കയറാണ് നമ്മൾ ചെയ്യുന്നത്. കയറ് പറയുമ്പോൾ കുറേ പിരി ഉണ്ടാവും അല്ലെ, പിരിഞ്ഞ് കിടക്കുന്ന ഒരു ഭാഗമായിരിക്കും കയർ. നമുക്ക് ഇവിടെ നോക്കാം, ഡെസ്ക്ടോപ്പിൽ ഇവിടെയുണ്ട് കണ്ടോ, കുറേ പിരിഞ്ഞ് കിടക്കുന്നതാ ഇതുപോലെ. അപ്പോൾ എത്രയായിരിക്കും, 1, 2, ഇതിൽ എത്ര പിരിയുണ്ടാവും? 1, 2, 3, 4 ഇല്ല, 2, 2 3 ഉണ്ടാവും. ഓക്കെ, നമ്മൾ ചെയ്യാൻ പോകുന്നത് 4 എണ്ണം വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ 4 എണ്ണം ചെയ്യുമ്പോൾ നമ്മൾ ഇതിന്റെ സൈസും കൂടി നോക്കുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ഗ്യാപ്പിലേക്ക് കൂടിയിട്ട് വരുമ്പോൾ കയറിന്റെ തിക്നെസ്സും കൂടി നമ്മൾ നോക്കുന്നുണ്ട്. ഞാനിപ്പം ഇതിന് കുറച്ച് തിക്നെസ് ഒക്കെ കൂട്ടിയിട്ടുണ്ട്, ഇത്ര കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്ര മതി. ഇവിടെ നമുക്ക് ഈ കയറിന് ഒരു ഇത് വരുന്നുണ്ട് അല്ലേ, ഒരു ട്വിസ്റ്റ് ചെയ്തിട്ട് വരുന്നുണ്ട്. അപ്പം ഇതിന്റെ തിക്നെസ് ആണ് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത് ടോപ്പ് വ്യൂ, ഈ ഒരു കയറിന്. അപ്പോൾ അങ്ങനെ എത്ര എണ്ണം വേണം, പിരി വേണം, പിരിഞ്ഞിട്ട് വേണം അല്ലേ. അപ്പം അതൊരു 3, 4 എണ്ണം ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൺട്രോൾ ഡി പ്രസ് ചെയ്തു, ഞാൻ ഇവിടെ ഒന്ന് കൊടുത്തു. എന്നിട്ട് ഇതിന് ചുറ്റും എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ അറിയാം, ഇതിന്റെ പിവറ്റ് പോയിന്റിന് എടുത്തിട്ട് ഇതിന് സെന്റർ കൊടുക്കാം. വി പ്രസ് ചെയ്തിട്ട് ഇതിനെ ഇങ്ങനെ മാറ്റാം. അപ്പോൾ ഇത് സെന്ററിലേക്ക് വന്നല്ലോ, കണ്ടോ, സെന്ററിലേക്ക് വന്നു. ഓക്കെ, ഇനി ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്യുക. സോറി, ഷിഫ്റ്റ് വേണ്ട, കൺട്രോൾ ഡി പ്രസ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. കണ്ടോ, റൊട്ടേറ്റ് ചെയ്യുക. നിങ്ങൾ ഇവിടെ വൈ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യരുത് കേട്ടോ, അപ്പോൾ വളരെ സ്പീഡ് പോയി. ഇവിടെ പിടിച്ചിട്ട് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുക. എന്നിട്ട് ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്യുക. ഷിഫ്റ്റ് ഡി, ഡ്യൂപ്ലിക്കേറ്റ് സ്പെഷ്യൽ, നമ്മൾ പഠിച്ചതാണ് ഡ്യൂപ്ലിക്കേറ്റ് സ്പെഷ്യൽ. അപ്പോൾ ഇവിടെ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് കണ്ടോ, ഇവിടെ ഇങ്ങനെ മുട്ടി വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കുറക്കാൻ പറ്റുന്നത് നന്നായിരുന്നു. കാരണം സെയിം വരുമ്പോൾ നമുക്ക് അതിൻ്റെ തിക്നെസ്സിന് പ്രശ്നം വരും. അപ്പം ഞാൻ ഇവിടെ മാത്രം ഒന്ന് തിക്നെസ് ഒന്ന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ മോഡിഫൈ പോയി, സെൻറ്റർ പോയിട്ട് പോയി, ഇതിൻ്റെ തിക്നെസ് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ ഡി വി പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ സ്നാപ്പ് ഇവിടെ വെച്ചിട്ട് അതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് വെക്കുന്നുണ്ട്. ഓക്കെ, ആ കയറിൻ്റെ ഒരു സൈസ് ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ ഞാൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങൾ സെലക്ട് ചെയ്യുക. നമ്മൾ ഈ കേവ് ഇത് മാത്രം വേണ്ട, വരച്ച ലൈൻ മാത്രം വേണ്ട, ഇത്രയും മാത്രം സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ മോഡിഫൈ പോയി സെൻറ്റർ പോയിട്ട് കൊടുക്കുക. അതിനെ നിങ്ങൾ കമ്പൈൻ ചെയ്യുക, ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് കമ്പൈൻ ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം പഠിച്ചവർക്ക് ഈ കമ്പൈൻ എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നല്ല അറിയാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് തുടർച്ചയായിട്ട് നിങ്ങൾ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുന്നവർക്ക് ഈ ഒരു ക്ലാസ് കൊണ്ട് ഉപകാരമുള്ളൂ. അപ്പോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് കിട്ടുന്ന ഓപ്ഷനിൽ കമ്പൈൻ കൊടുക്കുക. കമ്പൈൻ കൊടുത്തതിന് ശേഷം നോക്കി ഈ കയറ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിന്റെ ഫേസ് വരുന്നത് ഇവിടെയാണ്, ഈ പോയിന്റിലാണ് ഫേസ് വരേണ്ടത്. അപ്പോൾ ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കയർ കിട്ടുമല്ലോ. ഇതിന്റെ ആകൃതി ഇങ്ങനെ വരേണ്ടത് അല്ലേ.
അല്ലെ, തറയിലേക്ക് കൂടിയിട്ടുള്ളതാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്യുക, ഇതിനെ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ റൊട്ടേറ്റ് ടൂൾ ഉണ്ട്, ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്റ്റെപ്പ് സ്നാപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. റിലേറ്റീവിൽ പോവുക, ഇവിടെ 90 ഡിഗ്രി നമ്മൾ കൊടുക്കുക. ഓക്കെ, 90 ഡിഗ്രി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്യാം അല്ലേ. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും, ഉണ്ടോ, റൊട്ടേറ്റ് ചെയ്യുക. പക്ഷേ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ. റൊട്ടേറ്റ് ചെയ്തത് നോക്കിയേ, ഈ ഒരു ലൈനും നമ്മൾ ഈ ഒരു വരച്ചിരിക്കുന്ന ഈ പോളിഗണിന്റെ ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. ടോപ്പ് വ്യൂവിൽ പോയാൽ കണ്ടോ, ഉണ്ടോ, ഇങ്ങനെയുള്ളത്. കാരണം ഇത് ഇങ്ങനെ ഫേസ് ചെയ്യുന്നു, പക്ഷെ ഇത് ഇങ്ങോട്ടാണ് ഫേസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് കറക്റ്റ് ചെയ്യണം. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഈ നമ്മൾ നേരത്തെ 90 ഡിഗ്രി കൊടുത്തിട്ടില്ലേ, റൊട്ടേറ്റ് കൊടുത്തിട്ടില്ലേ, ആ സ്റ്റെപ്പ് സ്നാപ്പ് അങ്ങ് ഓഫ് ചെയ്യുക, റീസെറ്റ് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ബ്ലൂ, അതായത് സെറ്റ് ആക്സിസ് കണ്ടോ, സെറ്റ് ആക്സിസ് കണക്കായി ഇതിന് കണക്കായി ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. കണ്ടോ, ഇത് അതുമായിട്ട് ഫേസ് ചെയ്തിട്ടുണ്ട്, ഉണ്ടോ, ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെയാണ് ഇതിന്റെ ഫേസ്, ഇവിടെയാണ് വരുന്നത്. നമ്മൾ ഇതിന്റെ സെൻട്രലായിരിക്കണം വരുന്നത്. അതായത് ഈ കേവ്സ് ഇതിന്റെ സെൻട്രലായിരിക്കണം നമുക്ക് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അറിയോ, നമ്മൾ ഇതിലേക്ക് സ്നാപ്പ് ചെയ്യണം. പഠിച്ചിരുന്നു ലൈനിൽ ഒബ്ജക്റ്റ് സ്നാപ്പ് ചെയ്യുന്ന എങ്ങനെയാണെന്ന്. സിയും വിയും പ്രസ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഇതാ ഇങ്ങനെ ഒന്ന് കൊണ്ടുപോയിട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മൗസിലെ ലെഫ്റ്റ് വട്ടം പ്രസ് ചെയ്തിട്ടൊന്ന് വിട്ടാൽ സ്നാപ്പായി വന്നു. കണ്ടോ, കറക്റ്റായില്ലേ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നോക്കിക്കോ. ഇനി ഒന്നുമില്ല, വലിയ പണിയൊന്നുമില്ല. ഇതാ ജസ്റ്റ് ഒന്ന് ഈ ഫേസിനെ, ഈ പോളിഗണിനെ ഇതൊന്ന് ഫേസ് ആക്കുക. എന്നിട്ട് ഈ കേഴ്സിനൊന്ന് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യുക, എക്സ്ട്രൂഡ് ഫേസ് കൊടുക്കുക. കണ്ടോ, എക്സ്ട്രൂഡ് ഫേസ് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വെർട്ടെക്സിൽ നിന്നും എൻഡിലേക്ക് ഒരു വെർട്ടെക്സിലേക്ക് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ഇത് എന്ത് ചെയ്യണം, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിവിഷൻസ്, ഇവിടെ ഡിവിഷൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇവിടെ കാണേണ്ട ഈ ഒബ്ജക്റ്റ്, ഈ ഓപ്ഷനെല്ലാം നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ കേട്ടോ. ഈ 3 വര കണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഡിവിഷൻ. ഇപ്പോൾ ഇവിടെ ഡിവിഷൻ ഓഫ് ആണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പം വിചാരിക്കും അത് സാർ എന്താ പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ എന്താന്ന് ചോദിക്കും. നിങ്ങളെ പഠിപ്പിക്കുന്ന സാറായാലും അത് ഡൗട്ട് വരും നിങ്ങൾക്ക്, അയ്യോ അതെന്താ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ഈ 3 ടിക്കിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഡിവിഷൻസ് നമുക്ക് വേണ്ടത് നമുക്ക് ഇവിടെ എടുക്കാം. അതുപോലെ ട്വിസ്റ്റ് നമുക്ക് വേണം. ഇവിടെ ട്വിസ്റ്റ് ഓഫ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ട്വിസ്റ്റ് ഇവിടെ പോയി ടിക്ക് ചെയ്യുക. അതുപോലെ ടാപ്പർ എന്താണെന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ടാപ്പർ എന്ത് വേണമെങ്കിൽ ടാപ്പർ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ടാപ്പർ വേണമെന്നുണ്ടെങ്കിൽ ടാപ്പർ ഉപയോഗിക്കുക. ഓക്കെ, ഏതാണ് വേണ്ടത് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ നമുക്ക് വേണ്ടത് ഇത്രയും കൊടുത്തതിന് ശേഷം ഡിവിഷൻസ് ആഡ് ചെയ്യുക. ഡിവിഷൻസ്, ഈ ഡിവിഷൻസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇവിടെ ഈ ഇതിന്റെ സെഗ്മെന്റ് ഇതാ, ഇവിടെ ഈ ഷേപ്സിൽ വരുന്ന സെഗ്മെന്റ്സ് ആണ്. ഇപ്പൊ ഡിവിഷൻസ് വരുമ്പോൾ ഇതിങ്ങനെ കേർവ്സ് ആയിട്ട് വരും. അപ്പൊ ഡിവിഷൻസ് ഞാനിപ്പോ ഇവിടെ ഒരു 1000 കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു 1000 കൊടുത്തിട്ടുണ്ട്. അപ്പൊ 1000 കൊടുത്തിട്ട് കണ്ടോ, ഡിവിഷൻസ് കറക്റ്റ് ആയിട്ട് ആഡ് ആയിട്ടുണ്ട്. കണ്ടോ, പക്ഷെ ഇതൊരു റോപ്പ് എന്ന് പറയാൻ പറ്റുമല്ലോ. കാരണം ഇത് ഇങ്ങനെ ഒരു കുറെ വയർ ഇങ്ങനെ ചുറ്റിയിട്ട പോലെയുണ്ട്. പക്ഷെ നമുക്കിത് റോപ്പ് ആക്കണമെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനാ പറഞ്ഞ ട്വിസ്റ്റ് എടുക്കുക. ട്വിസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കുക, വാല്യൂ കൊടുക്കുക. ഞാനിപ്പോ ഒരു 1000 കൊടുത്തു നോക്കാം. വാല്യൂ 1000 കൊടുത്ത് എൻ്റർ അടിക്കുക. കണ്ടോ, ഇത്ര ചുരുങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇത്ര പോരാ അല്ലേ, നമുക്ക് ഇത്ര പോരാ. നമുക്ക് ഇതും കൂടുതൽ ചുരുങ്ങി വരണം, ഇത് പിരിഞ്ഞു വരണം അല്ലേ. അപ്പൊ ഞാനൊരു 5000 കൊടുത്തിട്ടുണ്ട്. 5000. ഓക്കെ, ഇത്ര മതി. കണ്ടോ, ഇപ്പൊ റോപ്പ് പോലെ ഇല്ലേ, നമ്മൾ നേരത്തെ നോക്കിയ ചിത്രത്തിലെ റോപ്പ് പോലെ നോക്കി പിരിഞ്ഞു വന്നിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒബ്ജക്റ്റ് മോഡാക്കി. കണ്ടോ, റോപ്പ് ചെയ്തിട്ടുണ്ട്, കയറിട്ടുണ്ട്. ഇനിയിപ്പോ ചെയ്യാൻ പോകുന്നത്, അതായത് ഈ കയറിനെ നിങ്ങൾക്ക് ഒന്ന് വലിക്കണം എന്നുണ്ടെങ്കിലോ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു വെക്കണം എന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഇത് മാറ്റാൻ പറ്റും കേട്ടോ. തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും. എങ്ങനെ മാറ്റാൻ പറ്റും നോക്കിക്കോ. നിങ്ങൾ ഇതിൻ്റെ ഒരു ഔട്ട്ലൈനറിൽ പോവുക. ഔട്ട്ലൈനറിൽ പോയിട്ട് നിങ്ങൾ കേവ്സ് എടുക്കുക. കേവ്സ് എടുത്തതിന് ശേഷം അതിന് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കൺട്രോൾ വെർട്ടെക്സ് കൊടുക്കുക. അപ്പം നമുക്ക് ഫോർ അടിച്ചാൽ കാണാൻ പറ്റുമല്ലേ, സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെയാണുള്ളത്, ഇവിടെയാണുള്ളത്. അപ്പം നമ്മൾ നോക്കിയേ, സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെയുള്ളത്, ഈ സാധനം സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെയുള്ളത്. നമ്മൾ ഇവിടെ വെച്ച് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നോക്കിയേ, ഈ ഒരു ഭാഗം ഇങ്ങനെ മാത്രമേ മൂവ് ആവുന്നുള്ളൂ. കണ്ടോ, അത് ഇവിടുന്ന് ഇവിടത്തേക്ക് ലോക്ക് ആവുന്നുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യണം, ഇത് ലോക്ക് ചെയ്യണം. ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെയാണോ അതിന് ലോക്ക് ചെയ്യണം. ഒന്നുകൂടി കേവ്സ് എടുക്കുക. നമ്മുടെ കേവ്സിൽ പോയി ലോക്ക് ലെങ്ത് കൊടുക്കുക. ലോക്ക് ലെങ്ത്
ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഒന്നും കൂടി നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, നമ്മളെ സ്റ്റാർട്ടിംഗ് അല്ല, നമ്മളെ എൻഡ് പോയിന്റ് എടുത്തിട്ട് ഒന്ന് വലിച്ചു നോക്കിയേ. എൻഡ് പോയിന്റ് എടുത്തിട്ട് കണ്ടോ, കണ്ടോ റോപ്പ് വന്നില്ലേ? നിങ്ങൾക്ക് എങ്ങനെ വേണം കെട്ടിയെടുക്കുക. കണ്ടോ, കണ്ടോ ഇതോ ആനിമേഷൻ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഈസി ആയിട്ട്. കണ്ടോ കയർ ഇങ്ങനെ എടുത്ത് പൊന്തിക്കാൻ പറ്റും. കണ്ടോ, കണ്ടോ വളരെ ഈസി അല്ലേ? ഇതിന് നിങ്ങൾക്ക് കൺട്രോളും വെക്കാൻ പറ്റും കേട്ടോ. അത്ര കണ്ടോ വെച്ചോ. ഇതിന് കൺട്രോൾസ് വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമോ, ഇവിടെ കേഴ്സിനെ സെലക്ട് ചെയ്യുക, ഓൾ ടച്ച് പ്രസ് ചെയ്യുക. ഇവിടെ നിങ്ങൾ എഡിറ്റ് പോയിന്റിൽ പോവുക. എഡിറ്റ് പോയിന്റിനെ മൊത്തത്തിൽ സെലക്ട് ചെയ്യുക. ഡിഫോമിൽ പോവുക. ഡിഫോമിൽ പോയിട്ട് നിങ്ങളിവിടെ ഇതിന് ഡിഫോമിൽ പോയിട്ട് ഓപ്ഷൻ പോയിന്റ് ഓൺ കേവ് കണ്ടോ, പോയിന്റ് ഓൺ കേവ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിലും നിങ്ങൾക്ക് ലൊക്കേറ്റർ ക്രിയേറ്റ് ആവും. ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മളിത് മൊത്തം അങ്ങ് സെലക്ട് ചെയ്യുക. വെറ്റക്സിന്റെ എഡിറ്റ് പോയിന്റ് മൊത്തം എഡിറ്റ് പോയിന്റ് ആണ് കേട്ടോ, കൺട്രോൾ വെറ്റക്സ് അല്ല. അത് ഒന്നും കൂടി പറഞ്ഞുതരാം. നമ്മൾ ഒബ്ജക്റ്റ് മോഡ് ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കൺട്രോൾ വെറ്റക്സ് അല്ല, എഡിറ്റ് പോയിന്റ് സെലക്ട് ചെയ്യുക. കൺഫ്യൂസ് വരരുത്. ഡിഫോമിൽ പോവുക. പോയിന്റ് ഓൺ കേവ് ഇവിടെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് പോയിന്റ് വെയിറ്റ് എത്രയാണെന്ന് വേണമെന്നുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ 0.5 ആണെങ്കിൽ 0.5 കൊടുക്കാൻ പറ്റും. ക്രിയേറ്റ് കൊടുക്കുക. ഇത്ര വരും. ഇപ്പൊ ലൊക്കേറ്റർ വന്നിട്ടുണ്ട്. എല്ലാത്തിനും ലൊക്കേറ്റർ ഉണ്ട് കണ്ടോ. ഈ ലൊക്കേറ്ററിനെ ഇതിന് മൊത്തത്തിലൊന്ന് സെലക്ട് ചെയ്തിട്ട്, ഈ മൊത്തം ലൊക്കേറ്ററിനെ സെലക്ട് ചെയ്തിട്ട് നിങ്ങളൊന്ന് മോഡിഫൈയിൽ പോയിട്ട് സെന്റർ പോയിട്ട് കൊടുത്താൽ നിങ്ങൾക്ക് എല്ലാ ലൊക്കേറ്ററിനും സെന്ററിൽ കാണാൻ പറ്റും. കണ്ടോ, ലൊക്കേറ്റർ നിങ്ങൾക്ക് ആഡ് ആയി. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇതിനെ പൊന്തിച്ചെടുക്കാൻ പറ്റും അല്ലേ. ഇവിടെ ഞാൻ ഡിസ്പ്ലേയിൽ പോയി ഷോ കൊടുത്തു. അപ്പൊ ഈ റോപ്പ് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളൊരു അയൺ കേസ് ചെയ്തില്ലേ, സൂട്ട് കേസ്, അതിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കാം ഇതേ മെത്തേഡ്. ഓക്കെ, നിങ്ങൾ ഈ ഒരു അയൺ സൂട്ട് കേസിലാണ്, പഴയ വിന്റേജ് സൂട്ട് കേസിലാണ് ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഇതിന്റെ മുകളിൽ ഒരു ക്യൂബ് വരക്കാം. ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു കറക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ക്യൂബില് നിങ്ങൾ എന്ത് ചെയ്യണം അറിയാം, നിങ്ങളുടെ സബ്ഡ്യൂഷൻ വിഡ്ത്ത് ആഡ് ചെയ്യുക, ഹൈറ്റ് ആഡ് ചെയ്യുക. ഒരു കയർ ഇങ്ങനെ കെട്ടി വരുന്ന ഒരു ഇതാണെങ്കിൽ ഏകദേശം മനസ്സിലാവും. ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഇത് മൊത്തം ഒഴിവാക്കാം. നമുക്കിത് മൊത്തം ഒഴിവാക്കിയിട്ട് ഈ എഡ്ജസ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ റോപ്പിന്റെ ഇത് ചെയ്യണ്ട. അപ്പോൾ ഈ എഡ്ജ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ മോഡിഫൈയിൽ കൺവേർട്ടിൽ പോവാ. അതായത് എഡ്ജസിനെ നിങ്ങൾ ഇതാക്കുക. ഏതാണ് പോളിഗൺ എഡ്ജസ്റ്റ് കേവിന്റെ ഓപ്ഷനിൽ പോവാ. ഇവിടെ നിങ്ങൾ എഡിറ്റ് റീസെറ്റ് ചെയ്യുക. ലിനിയർ ആണ് ലിനിയർ കൊടുക്കുക, ക്യൂബിക് ആണ് ക്യൂബിക് കൊടുക്കുക. ക്യൂബിക് കൊടുത്താൽ നിങ്ങൾ കുറെ എഡിറ്റ് ചെയ്യേണ്ടി വരും. ലിനിയർ കൊടുക്കുക, എന്നിട്ട് കൺവേർട്ട് ചെയ്യുക. ഇപ്പം കണ്ടോ, അവിടെ ഒരു കേവ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് അതുപോലെ ചെയ്യാം. ഞാൻ ഇത് സെലക്ട് ചെയ്ത് ജി പ്രസ് ചെയ്താൽ ജി റിപ്പീറ്റ് ടൂളാന്ന് എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഉണ്ടോ, ഇനി ഇതിന്റെ ആവശ്യമില്ല, ഈ ക്യൂബിന്റെ ആവശ്യമില്ല. കണ്ടോ, നമ്മൾ ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഇത് വളരെ ക്ലിയർ ആയിട്ട് ഒന്നും കൂടി പറഞ്ഞു തരാൻ നിങ്ങൾക്ക് ഡൗട്ട് അടിക്കുന്ന ഒരു സാധനം കൂടിയാണ്. അതുകൊണ്ടാണ് ഒന്നും കൂടി പറയാൻ ശ്രമിക്കുന്നത്. വീഡിയോ ഒന്നും കൂടി കണ്ടാലും മതി. അപ്പൊ ഒന്നുകൂടി പറഞ്ഞു. ഓക്കെ, ഇവിടെ സെലക്ട് ചെയ്യുക, എഡ്ജസ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യരുത് കേട്ടോ. ഒന്ന് സെലക്ട് ചെയ്യുക, മോഡിഫൈ പോവുക,
കൺവേർട്ട് പോവുക, പോളിഗൺ അഡ്ജസ്റ്റ് കേവിൽ പോവുക. ഇവിടെ നിങ്ങൾ ഓപ്പൺ കൊടുത്താൽ ഓപ്പൺ, നിങ്ങൾക്ക് ഇതിന്റെ അറ്റം ഓപ്പൺ ആയിട്ട് വരും. നമുക്ക് ഇവിടെ ഓപ്പണിന്റെ ആവശ്യമില്ല, നമ്മളെല്ലാം ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഓപ്പൺ കൊടുക്കുന്നില്ല. ഞാനിവിടെ ലിനിയർ കൊടുത്തിട്ടുണ്ട്, കൺവേർട്ട് കൊടുക്കും, ഉണ്ടാവുന്നില്ലേ. ഇനി അടുത്തത് ഇതാണ് വരുന്നത്, ജി പ്രസ് ചെയ്താണ്. ഓക്കെ, രണ്ടാമത് എനിക്ക് വരുന്നത് ഇതാണ്, ജി പ്രസ് ചെയ്താണ്. ഓക്കെ, മൂന്നാമത് വരുന്നത് എനിക്ക് ഇതാണ്, ജി പ്രസ് ചെയ്താണ്. കണ്ടോ? അപ്പൊ ഇത് വരുന്ന സമയത്ത്, അതായത് ഈ ഒരു സാധനം മാത്രം വരുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് വർക്ക് ചെയ്യേണ്ടി വരും. എങ്ങനെ? ഇത് ഫുള്ള് ഫില്ലായിട്ടാണ് വരുന്നത്. ഇത് ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള വരുന്നത്. ഇത് ഇവിടെ വരുമ്പോൾ ഓപ്പൺ, ഇതിന്റെ അടിയിൽ ഭാഗമില്ല, അപ്പൊ ഓപ്പൺ ആക്കേണ്ടി വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ മോഡിഫൈയില് കൺവേർട്ട് ടു പോളിഗൺ അഡ്ജസ്റ്റ് ടു കേവില് നമ്മളിവിടെ ഇത് ഓപ്പൺ കൊടുക്കും, കൺവേർട്ട് കൊടുക്കും. അങ്ങനെ കൊടുത്താലൊരു ഒരു ഗുണം എന്താ പറയുക? നമുക്ക് ഇവിടെ ഓപ്പൺ ആയിരിക്കും. ഇതിന്റെ കൺട്രോൾ വെർട്ടെക്സിൽ ഇതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓപ്പൺ ആയിരിക്കും. കണ്ടോ? ഓപ്പൺ ആയിരിക്കും. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ നമുക്ക് നമ്മുടെ പോളി സിലിണ്ടർ വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് എക്സ്ട്രൂഡ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഓപ്പൺ ചെയ്ത്. ഇതാ ഈ ജസ്റ്റ് ഒന്ന് ഇത്ര പേർ കൊടുത്തിട്ട് ഓപ്പൺ ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ക്യൂബിന്റെ ആവശ്യമില്ല, ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ക്യൂബ് ഡിലീറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കാം. ഞാൻ ചെയ്ത് കാണിക്കാം. നിങ്ങൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ ഇത് മാത്രം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്നുകൂടി ചെയ്യാം. ഈ ഒന്ന് മാത്രം മതി കേട്ടോ, എല്ലാത്തിനും ഉപയോഗിക്കുന്നത് മാത്രം ഇത് ഒന്ന് മതിയേ. ഞാൻ ഇവിടെ സിയും വിയും പ്രസ് ചെയ്ത് ഇതിലേക്ക് സ്നാപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സൈസ് കുറക്കണം. ഇതിന്റെ സൈസ് കുറക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ സൈസ് കുറക്കുക, റേഡിയസ് കുറക്കുക, സൈസ് കുറക്കുക. റേഡിയസ് കുറച്ചതിന് ശേഷം എന്ത് ചെയ്യാം? ഇവിടെ 12 മതി. അത് നിങ്ങളെ ഇഷ്ടമാണ് കേട്ടോ, 12 അത്ര 8 വേണ്ടതല്ലേ. ക്യാപ്സ് ഞാൻ 2 കൊടുത്തിട്ടുണ്ട്, 3 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഒന്നുകൂടി ചെയ്യുന്നു. എഡ്ജസ് ഇവിടെ വേണ്ട. 1 2 3 4 5 6 ഡിലീറ്റ്. ഓക്കെ, അപ്പൊ അതിനുശേഷം നമുക്ക് ഈ താഴെയുള്ള ഭാഗം വേണ്ടാന്ന് നമ്മൾ ഇപ്പം പറഞ്ഞിരുന്ന ക്ലാസ്സിൽ. അപ്പം അത് ഡിലീറ്റ് ചെയ്യാം. ഇവിടെ ഇത് സെൻട്രൽ പിവറ്റ് ആയിരിക്കണം. മോഡിഫൈയിൽ സെൻട്രൽ പിവറ്റ് എവിടെയാണോ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉള്ളത് നോക്കാം. ഇത് സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെയാണ്? സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെയാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പൊ ഇവിടെ ആയിരിക്കണം നമുക്ക് ഇത് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ഇതിനെ സ്നാപ്പ് ചെയ്തു. ഇവിടെയാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. സിയും വിയും പ്രസ് ചെയ്തിട്ട് ഒന്ന് സ്നാപ്പ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന്. അപ്പോൾ നമ്മൾ ഇനിയിപ്പം ഇതിന്റെ സൈസ് ഒന്നും കൂടി കുറക്കാൻ പോവാ. കാരണം 3 4 കയറ് വരുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ട്വിസ്റ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ചുരുക്കിയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്തു? നേരത്തെ ചെയ്ത പോലെ തന്നെ W പ്രസ് ചെയ്തു, കൺട്രോൾ D പ്രസ് ചെയ്തു, ഇതിനെ ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചു. ഇതിന്റെ പിവറ്റ് പോയിന്റ് ഇവിടെ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് കോപ്പി എടുക്കാൻ പറ്റും അല്ലേ, ഇതിന് ചുറ്റുമായിട്ട്. അപ്പൊ നമ്മൾ ഡിയും വിയും പ്രസ് ചെയ്തു, നേരത്തെ അതേപോലെ തന്നെ ഇവിടെ വെച്ചു. നമ്മൾ കൺട്രോൾ D പ്രസ് ചെയ്തു, എന്നിട്ട് ഇതിനെ മെല്ലെ എടുത്തിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവച്ചു. ഷിഫ്റ്റ് D പ്രസ് ചെയ്തു. കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഷിഫ്റ്റ് D പ്രസ് ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി ചെയ്യണം കേട്ടോ. ഓക്കെ, കൺട്രോൾ D ഇവിടെ കൊണ്ടുപോക്കുക, ഷിഫ്റ്റ് D. ഓക്കെ, ഇവിടെ ഞാനൊന്ന് ചെറുതാക്കുന്നുണ്ട്. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ മെത്തേഡ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ എല്ലാ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ കേട്ടോ, എന്നാൽ ശരിയാവും. ഞാൻ ചെയ്തതുപോലെ ചെയ്യണ്ട. ഞാൻ ഇത് DV പ്രസ് ചെയ്തിട്ട് ഇവിടെ തന്നെ കൊണ്ടുവച്ചു. ഈ DV പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാൻ പറയാം? ഇത് ഒരിക്കലും തിരിയരുത് കേട്ടോ. ഇങ്ങനെ തിരിയരുത്, ഇങ്ങനെ തിരിക്കരുത്. നിങ്ങൾ സ്നാപ്പ് പോയിപ്പോകുന്നു. DVയും പ്രസ് ചെയ്യുമ്പോൾ ഇതാ ഇങ്ങനെ കറക്റ്റായിട്ട് പിവറ്റ് പോയിന്റ് എടുത്തിട്ട് തന്നെ പോകണം കേട്ടോ, അല്ലെങ്കിൽ സ്നാപ്പ് തിരിഞ്ഞു പോകും. ഓക്കെ, അപ്പൊ ഞാനത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മൊത്തം സെലക്ട് ചെയ്തു, കേവ് വേണ്ട, ഷിഫ്റ്റ് പ്രസ് ചെയ്തു, കമ്പൈൻ കൊടുത്തു.
ഫേസ് സെലക്ട് ചെയ്തു, ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് നമ്മൾ ആ ലൈൻ സെലക്ട് ചെയ്തു. ഇവിടെ നമുക്കൊരു ചെറിയൊരു പ്രശ്നം വരാൻ പോകുന്നുണ്ട്. കാരണം ഇവിടെ നമുക്ക് എഡ്ജസ് നമുക്ക് ചില സമയത്ത് ബെൻഡായിട്ടില്ലെങ്കിൽ ഇവിടെ ഒരു പിടുത്തം വരും. മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരു കേവ് ഇല്ലാത്ത രീതിയിൽ അത് നമ്മൾ വർക്ക് ചെയ്തിട്ട് ക്ലിയർ ചെയ്യണം കേട്ടോ. ഓക്കെ, ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, എക്സ്ട്രൂഡ് ഫേസ്, ഡിവിഷൻസ് ആഡ് ചെയ്യുക. കേട്ടോ, ഡിവിഷൻസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇവിടെ 25 മാത്രമേ നമുക്ക് ഡിവിഷൻസ് കിട്ടും. നമ്മളൊരു 100 കൊടുക്കുക, 100 കൊടുക്കുക. കണ്ടോ, 100 കൊടുക്കും. ഇവിടെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്ന പ്രശ്നം വരുന്നത്. കാരണം അവിടെ ഒരു എഡ്ജസ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. നമ്മളതിനെ എന്ത് ചെയ്യണം, വിവൽ ചെയ്യേണ്ടി വരും. അപ്പോൾ തൽക്കാലത്തിൽ അങ്ങനെ നിൽക്കട്ടെ. ഞാനിവിടെ ഡിവിഷൻസ് ഞാനൊരു 200 കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് ഒടിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളിവിടെ എഡിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. അങ്ങനെ ഈ ഭാഗമാണ് വരുന്നത്, ഈ ഭാഗം അങ്ങ് ഡിലീറ്റ് ചെയ്യുക. അങ്ങനെ ഓരോ ഭാഗങ്ങളും അങ്ങ് ഡിലീറ്റ് ചെയ്യേണ്ടി വരും. ഞാനിവിടെ ഒരു 300 കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെയുള്ള പ്രശ്നം അതാണ്. നമ്മൾ എത്ര കൊടുക്കുന്ന അത്രത്തോളം ഇത് ഒടിഞ്ഞു വരും. കാരണം ഈ 4 ഇതും കൂടി ഒരുമിച്ച് വരണ്ടല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം ആ വെറ്റക്സിൽ തന്നെ നിങ്ങൾ വർക്ക് ചെയ്താൽ മതി. ഇത് കൺട്രോൾ വെറ്റക്സിൽ നിങ്ങൾ അതിനൊരു കേവ് ആക്കി എടുത്താൽ കുറച്ചും കൂടി ബെറ്റർ ആവും. ഇത് ലൈൻ ലിനിയർ ആയിട്ട് ഇങ്ങനെ കൊടുത്തോണ്ടാണ് ഇങ്ങനെ പ്രശ്നം വരുന്നത്. അവിടെ നിങ്ങളൊന്ന് ഇത് ചെയ്താൽ മതി. മനസ്സിലായില്ലേ? ഈ ഒരു ലൈൻ്റെ അപ്പുറം ഇപ്പുറം നിങ്ങൾ 2 വെറ്റക്സ് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിനൊന്ന് താഴ്ത്തിയിട്ടാൽ മതി. അറിയാമല്ലോ, വെറ്റക്സ് കൊടുക്കാൻ അറിയാമല്ലോ എല്ലാവർക്കും. അങ്ങനെ ചെയ്താലും മതി. ഇവിടെ വേറെ എററുണ്ട്. നിങ്ങളത് ചെയ്ത് നോക്കാം കേട്ടോ. എൻ്റെ എപ്പിസോഡിൽ നമുക്ക് കുറേ സമയം പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളത് ചെയ്ത് നോക്കാം. 200 കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ട്വിസ്റ്റ് കൊടുക്കുക. ഞാനൊരു 1000 ട്വിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പോരാ, ഞാനത് 3000 കൊടുത്തിട്ടുണ്ട്. കേട്ടോ, ഏകദേശം അങ്ങ് മാറുന്നുണ്ട് ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്ത്. നിങ്ങൾ അവിടെ ക്ലിയർ ചെയ്യണം കേട്ടോ. ക്ലിയർ ചെയ്യാതെ എന്തായാലും ആവില്ല. ഞാനത് ചെയ്ത് സമയം എടുക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് ഇത്ര വരെ ചെയ്തിട്ടുണ്ട്. അത് ചെയ്യുക, സ്മൂത്ത് ചെയ്തതിന് സ്മൂത്ത് ചെയ്യുക. കണ്ടോ, അങ്ങനെ എല്ലാ ഭാഗത്തും നിങ്ങളത് ചെയ്യുക. ഈ ഭാഗങ്ങളെല്ലാം അതുപോലെ ചെയ്യണം കേട്ടോ. എല്ലാ ഭാഗങ്ങളും അങ്ങനെ കവർ ചെയ്ത് ചെയ്യുക. ഉദാഹരണം മാത്രമേ ഞാനിപ്പോൾ കാണിച്ചത്. നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. കണ്ടോ, ഇതുപോലെ ഇരിക്കും. വേണമെങ്കിൽ ഇതിന്റെ കോപ്പി എടുക്കുക. അതിന് കോപ്പി എടുക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വിൻഡോസിൽ ഔട്ട്ലൈനിൽ പോയിട്ട് ആ കേവും കൂടി സെലക്ട് ചെയ്യണം കേട്ടോ. ഈ കേവും കൂടി സെലക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ എഡിറ്റ് പോയി ഡിലീറ്റ് ബൈ ടൈപ്പ് ഹിസ്റ്ററി കൊടുക്കാൻ. എന്നിട്ട് വേണം കോപ്പി എടുക്കാൻ. അല്ലെങ്കിൽ വലിക്കുമ്പോൾ അതടക്കം അത് മാറിപ്പോവും. കൺട്രോൾ ഡി പ്രസ് ചെയ്യുക. ഞാൻ ഇവിടെ തന്നെ കോപ്പി എടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഈ കട്ടായിട്ടുള്ള പ്രശ്നം നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് ഇങ്ങോട്ടേക്ക് എടുത്താൽ മതി. ഇവിടെ സെഗ്മെന്റ് ഇവിടെ വരെയുള്ള സെഗ്മെന്റ് ആയിട്ട് എടുത്താൽ മതി എഡ്ജസ്. ഓക്കെ, ഇതെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു.